നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെബ്സൈറ്റ് 2. ഇനി നമുക്കിതിൽ വെബ് ഫോംസ് ആഡ് ചെയ്യണം. ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വെബ് ഫോംസ് ആണ്. അപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റിൽ വെച്ചിട്ട് അത് ക്ലിക്ക് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എനിക്ക് ആഡ് ന്യൂ ഐറ്റം എന്നുള്ളത് എടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവിടെ നമുക്ക് വെബ് ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പം ആഡ് ന്യൂ ഐറ്റം കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിയുമ്പം ഇവിടെ നമുക്ക് വിഷ്വൽ ബേസിക്കോ അല്ലെങ്കിൽ വിഷ്വൽ C# സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. ഞാനിവിടെ വിഷ്വൽ C# എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വെബ് ഫോം എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞ വെബ് പേജിന് നെയിം കൊടുത്തു. ഇപ്പോൾ നമ്മൾ ASP.NET ഏത് വെബ് ഫോം അല്ലെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .aspx ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ PHP ചെയ്തിട്ടുള്ളതാണെങ്കിൽ .php, അല്ലെങ്കിൽ ASP.NET ചെയ്തിരിക്കുന്നതെങ്കിൽ .asp അല്ലെങ്കിൽ ASPX എന്ന് പറഞ്ഞായിരിക്കും അതിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ നെയിം കൊടുത്തു, അതിനുശേഷം ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്ന ആ വെബ് പേജ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അത് നമുക്ക് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. സോഴ്സിനകത്ത് കുറേ HTML ടാഗ്സുകളുണ്ട്. HTML ഹെഡ്, ടൈറ്റിൽ, പിന്നെ ബോഡി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എന്ത് കൊടുത്താലും അത് നമുക്ക് ഡിസൈൻ പേജിൽ കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ സോഴ്സിനകത്ത് ഞാൻ ഈ ഡിവിഷനകത്തൊരു പാരഗ്രാഫ് ടാഗിനകത്തോ അല്ലെങ്കിൽ ഹെഡിങ് ടാഗോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ അകത്തിപ്പോൾ ഞാനൊരു വെൽക്കം എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് കൊടുത്തു. അത് നമുക്ക് ഡിസൈൻ എന്നെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരു വെബ്സൈറ്റിനകത്ത് എങ്ങനെ വെബ് ഫോം ആഡ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ ഒരു സിമ്പിൾ പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം.